നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കരിപ്പൂർ വിമാനാപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകളുമായി അവർ വീണ്ടും സംഗമിച്ചു. രക്ഷപ്പെട്ട യാത്രക്കാരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും. നെടിയിരുപ്പ് ചിറയിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റത്തായിരുന്നു സംഗമം. അപകടത്തിന് 4 വർഷം തികയുന്ന ഓഗസ്റ്റ് 7-ന് അവരെത്തിയത് നാട്ടുകാർക്കൊരു സമ്മാനവുമായാണ്. അവരെ രക്ഷപ്പെടുത്തിയ നാട്ടുകാരോടുള്ള നന്ദി സൂചകമായി ചിറയിൽ ആരോഗ്യ കേന്ദ്ര മുറ്റത്ത് ആശുപത്രി നിർമ്മിക്കുന്ന ചടങ്ങിൽ സാക്ഷിയാകാൻ. വളരെ സന്തോഷകരമായൊരു അനുഭവം. ഇത്ര ചെറുതല്ലേ പണിയാൻ കഴിയുന്നുള്ള വിഷമേ ഉള്ളൂ. വലുത് ചെയ്യണമെന്ന് ആഗ്രഹം. 2020 ഓഗസ്റ്റ് 7-ന് രാത്രിയിലായിരുന്നു അപകടം. 184 യാത്രക്കാരും 6 ജീവനക്കാരുമായി ദുബായിൽ നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വൈമാനികർ ഉൾപ്പെടെ 21 പേർ മരിച്ചു. 169 പേർ രക്ഷപ്പെട്ടു. അപകടം നടന്ന സ്ഥലത്തിന് പരിസരത്തുള്ള ചിറയിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന് നിർമ്മിച്ചു നൽകുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും അപകടത്തിന്റെ 4ാമത് വാർഷികാചരണവും MDF കരിപ്പൂർ വിമാന ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ അബ്ദുറഹ്മാൻ ഇടക്കുനിയുടെ അധ്യക്ഷതയിൽ കൊണ്ടോട്ടി നഗരസഭ ആക്ടിംഗ് ചെയർമാൻ അഷഫ് മടാൻ ഉദ്ഘാടനം ചെയ്തു. MSF ദേശീയ പ്രസിഡന്റ് PV അഹമ്മദ് സാജു, കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി സ്ഥിരം സമിതി അധ്യക്ഷരായ C മിനിമോൾ, KP ഫിറോസ്, നിദ ഷഹീർ, A മുഹ്യുദ്ദീൻ അലി, റംല കൊടവണ്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം സുഭദ്ര, മുൻ കൊണ്ടോട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മലീഹ, മുൻ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെമ്പാൻ മുഹമ്മദ് അലി, കൗൺസിലർ KP സൽമാൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PC സുഗന്ധകുമാരി, ഹോസ്പിറ്റൽ ഉപദേശക സമിതി അംഗങ്ങളായ അലവി ഹാജി, VP സിദ്ദിഖ് മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. MDF ചാരിറ്റി ഫൗണ്ടേഷൻ ചീഫ് കോർഡിനേറ്റർ OK മൻസൂർ ബേപ്പൂർ സ്വാഗതവും ജനറൽ സെക്രട്ടറി റഹീം വയനാട് നന്ദിയും പറഞ്ഞു. എയർ 1 ന്യൂസ്, കരിപ്പൂർ. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.